ഇന്നലെ നാരായണൻ തേങ്ങയിടാൻ വന്നപ്പോഴാ ഞാൻ അറിഞ്ഞത് മായ പഠിത്തം നിർത്തിയെന്ന്. എന്താ കാര്യം? നിങ്ങൾ കേട്ടത് സത്യ. ഇവിടെ ഓരോ ദിവസം എങ്ങനെയാ തള്ളി നീക്കണമെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. മൂപ്പരുടെ മരണശേഷം കാര്യങ്ങളൊക്കെ ആകെ കഷ്ടത്തിലാണ്. മോക്ക് തുണിക്കടയിൽ ഒരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉടനെ ശരിയാവുന്ന തോന്നണത്. അപ്പോ പാർട്ടിക്കാരോ? പാർട്ടിക്കാര് 10-25 വർഷം എന്റെ കെട്ടിന് അതിന്റെ പുറകെ നടന്നല്ലാതെ എന്ത് മെച്ചം ഉണ്ടായത്? അദ്ദേഹത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അത്ര തന്നെ. അപ്പോ കുമാരന്റെ പേരില് എന്തോ പിരിവോ മറ്റോ നടത്തുന്നുണ്ടായിരുന്നല്ലോ? അത് ഞങ്ങളും കേട്ടിരുന്നു. ആ പണത്തിന്റെ കാര്യം ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ ഒരാളെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മായയുടെ പഠിത്തത്തിന്റെ കാര്യം അത് നമുക്ക് ആലോചിക്കാം. സഫ്ന, സഫ്ന, ഇന്നും നേരത്തെ പോകാൻ പറ്റും തോന്നണില്ല. ഓലോടിച്ച് ദേഷ്യപ്പെട്ടിട്ട് കാര്യം? ഓളല്ലേ ഈ പെരയിലെ പണിയെല്ലാം എടുക്കണം. നിങ്ങളെ ഒറ്റ ഒരുത്തനാണ് ഇവിടെ വഷളാക്കുന്നത്. സഫ്ന, ഹലോ ബെർണി. അപ്പോ കാദർ നിങ്ങൾക്ക് മുതലായിട്ടും പലിശയായിട്ടും ഒന്നും തന്നിട്ടില്ല എന്നാണോ പറയണത്? അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്, ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. ഹലോ, മനുഷ്യന്മാരിങ്ങനെ നുണ പറയോ? 75,000 രൂപ നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? എന്റെ ഭാര്യ കണക്കെഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാര്യ കള്ളക്കണക്ക് എഴുതിയതാണ്. അടച്ചോനെ, തർക്കം വേണ്ട ബാബു. കാദർ തരാനുള്ള പണത്തിന്റെ ബാക്കി ഞമ്മള് തരാം. നീ ഓന്റെ ആധാരം അങ്ങോട്ട് തിരിച്ചു കൊടുക്ക്. നിങ്ങൾ എന്ത് കഥയായി പറയണത്? ബാക്കി പണം ആര് തരുമെന്ന് വിചാരിച്ചിട്ടാ? നിങ്ങളും അപ്പം ഇയാൾക്ക് കൂട്ടാണല്ലേ? നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യൂ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അടച്ചോനെ, ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാ? അല്ല കാദറേ, നിങ്ങൾ ഇയാൾക്ക് പൈസ കൊടുത്തതിന് എന്തെങ്കിലും തെളിവ് സൂക്ഷിച്ചിട്ടുണ്ടാ? അത് തെളിവ് 2 പ്രാവശ്യം പൈസ കൊടുത്തത് എന്റെ മരുമോനാ. ഓൻ ബാബുവിന്റെ പേരിൽ തന്നെയാ ചെക്കായിട്ട് കൊടുത്തത്. ബാബുവിന്റെ പേരിൽ ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല തെളിവാണല്ലോ. കാദറേ, ആ ചെക്കിന്റെ കൗണ്ടർ ഫോയിൽ തപ്പിയെടുത്തിട്ട് നമുക്കൊരു വക്കീലിനെ കാണണം. ബാക്കി കോടതി നോക്കിക്കോളും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവളെ കാണാൻ മനസ്സ് വല്ലാതെ കൊതിച്ച നാളുകൾ. ഫാറൂഖിന്റെ നിക്കാഹ് എന്റെ സഫ്നയുണ്ടാവും. നിലാവിന്റെ മുഞ്ചുള്ള പെണ്ണ് പനിനീർപ്പൂവിതൾ ചേലൊത്ത കൽബ് കവർന്ന പെണ്ണ്. പനിനീർപ്പൂവിതൾ ചേലൊത്ത
കവർന്ന പെണ്ണ് മാരിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ മാരിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ വാനിൽ തിളങ്ങുന്ന താരകമോ സ്വർഗവാതിൽ തുറക്കുന്ന ഹൂറിയാണോ മണ്ണിൽ വിരുന്നിനു വന്നതാണോ ഈ മണ്ണിൽ വിരുന്നിനു വന്നതാണോ മാരിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽബിലെ കൺമണി നീ പൂനിലാവ് പോലെ നല്ല പുഞ്ചിരി തൂകുന്ന പെണ്ണെ പൂങ്കവിളിൽ പൂത്തിരിയോ അന്തിച്ചുവപ്പിന്റെ തുണ്ടോ പൂനിലാവ് പോലെ നല്ല പുഞ്ചിരി തൂകുന്ന പെണ്ണെ പൂങ്കവിളിൽ പൂത്തിരിയോ അന്തിച്ചുവപ്പിന്റെ തുണ്ടോ അനുരാഗമഴയായി നീ അകതാരിൽ പെയ്തിടവേ പൊട്ടിച്ചിരിക്കും തങ്കക്കൊലുസും കിലുകിലുങ്ങും തരിവളകൾ പൊട്ടിച്ചിരിക്കും തങ്കക്കൊലുസും കിലുകിലുങ്ങും ചെഞ്ചൊടി കൊഞ്ചും മൊഴിയും പുഞ്ചിരി തഞ്ചും മിഴിയും കൊതിക്കും പൂമാരൻ ചെഞ്ചൊടി കൊഞ്ചും മൊഴിയും പുഞ്ചിരി തഞ്ചും മിഴിയും കൊതിക്കും പൂമാരൻ മാരിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽബിലെ കൺമണി നീ പോലെയുള്ളിൽ കുളിരുത്തൂന്ന പെണ്ണെ മുല്ലമാല ചാർത്തി നാണം കുണുങ്ങി നിന്നു നീ പൊന്നെ മഞ്ഞു തുള്ളി പോലെയുള്ളിൽ കുളിരുത്തൂന്ന പെണ്ണെ മുല്ലമാല ചാർത്തി നാണം കുണുങ്ങി നിന്നു നീ പൊന്നെ 14 രാവായി നീ ആരാമ സൗരഭ്യമാ 14 നിന്റെ പൂന്തിങ്കൾ മുഖമോദിക്കും നേരത്തണയും മണിയറയിൽ നിന്റെ പൂന്തിങ്കൾ മുഖമോദിക്കും നേരത്തണയും ഇക്കിളി കൂട്ടും കാറ്റിൽ രാക്കിളി പാടും രാവിൽ മുഞ്ചുള്ള പൂമാരൻ ഇക്കിളി കൂട്ടും കാറ്റിൽ രാക്കിളി പാടും രാവിൽ മുഞ്ചുള്ള പൂമാരൻ മാരിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ മാരിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ വാനിൽ തിളങ്ങുന്ന താരകമോ സ്വർഗവാതിൽ തുറക്കുന്ന ഹൂറിയാണോ
നമ്മുടെ ഇന്നത്തെ വിഷയം മരണത്തെക്കുറിച്ചുള്ളതാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ, എല്ലാ ശരീരങ്ങളും എല്ലാ ജീവജാലങ്ങളും ദായിഖത്തുൽ മൗത്ത്, മരണത്തിൻ്റെ രുചിയറിയും. ഇവിടെ രുചി എന്ന് ഉദ്ദേശിക്കുന്നത് നന്മയും തിന്മയുമാകുന്നു. നന്മ ചെയ്തവന് റബ്ബ് നന്മയുടെ ഗുണവും തിന്മ ചെയ്യുന്നവന് തിന്മയുടെ ദോഷവും നൽകുന്നതാണ്. കുൽ യുഹീ അല്ലദീ യൻഷാ അഹ അവ്വല മർറത്തിൻ വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മരിച്ചു മണ്ണായി എല്ലുകളെല്ലാം ദ്രവിച്ചിരുന്നാലും അവസാന നാളിൽ അള്ളാഹു അതിനെ പുനരുജ്ജീവിപ്പിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യും. ഇതു പറയുമ്പോൾ ചില ആളുകൾ പറയും, അതിന് നിങ്ങളുടെ പക്കൽ വല്ല തെളിവുകളുമുണ്ടോ എന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചുപോയി തിരിച്ചു വന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിനു മുമ്പായി നിങ്ങളോട് ആരെങ്കിലും ഈ ഭൂമിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ വേദനകളെയും കഷ്ടപ്പാടുകളെയും കുറിച്ചും നിങ്ങളോടാരെങ്കിലും വിവരിക്കുകയായിരുന്നെങ്കിൽ, ഉമ്മായുടെ ഗർഭപാത്രത്തിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്ന നിങ്ങൾ അത് വിശ്വസിക്കുമായിരുന്നോ? അവിശ്വാസികളായ ആളുകൾ അപ്പോഴും പുതിയ തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവർ പറയും, എങ്കിൽ മാത്രമേ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, മരണത്തിന് ശേഷം തീർച്ചയായും നമ്മൾ പുനർജീവിപ്പിക്കപ്പെടും. നാളെ മഹ്ശറയിൽ എല്ലാവരും ഒത്തുചേർക്കപ്പെടുകയും ചെയ്യും എന്നാണ്. പിന്നീട് ഓരോരുത്തർക്കും ചെയ്ത നന്മതിന്മകൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതുമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാ എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആ